അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഒന്നും ഇല്ല കേട്ടോ, പതിവ് നമ്മൾ സംസാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു, ആർക്കുമല്ല കുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ പറയാൻ വന്നത്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേട്ടോ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ആരും ആയിട്ടല്ല കേട്ടോ. പിന്നെ ഇപ്പം പാരൻസിന് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിട്ട് നമ്മളന്ന് വേണ്ട രീതിയിൽ പഠിക്കാനായിട്ട് അതിൽ ഖേദിക്കണ ആൾക്കാരാണ് നമ്മളിൽ ഭൂരിപക്ഷം 50% ആൾക്കാരെയോ അന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പം നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം സ്വന്തം ഇഷ്ടങ്ങളാണ്. അതിനുള്ള സ്വാതന്ത്ര്യം പാരൻസ് കൊടുക്കണം, കാരണം അവരാണ് ജീവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വലിയൊരു കാര്യം, ലൈഫിൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അത് എപ്പോഴും. അപ്പം നമ്മൾ ലൈഫിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലും, നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ബാക്കിയെല്ലാം നമ്മൾ നഷ്ടപ്പെടും. ഇതാണ് നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ നിലനിൽക്കാൻ നമുക്ക് പറ്റും. കാരണം ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അനുഭവം കൊണ്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. അപ്പം ചില കുട്ടികളൊക്കെ ഓരോന്ന് സഹിച്ചിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ്, അന്നത്തെ കാലത്ത് പഠിച്ചിട്ടില്ല, വീട്ടിൽ പോയിട്ട് പറയാൻ കഴിയില്ല, അവർക്കൊരു ഭാരമുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചില ആൾക്കാർ എന്ത് ചെയ്യുക, ജീവിതം അവസാനിപ്പിക്കുക. അവരെ സംബന്ധിച്ച് അവരെ മുന്നിൽ മാർഗങ്ങളൊന്നുമില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നമ്മൾ എന്തോ റിലേഷനോ എന്തോ കുട്ടികൾക്ക് അതൊക്കെ അവരെ ഇഷ്ടം. പക്ഷേ പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാത്തിനും അതിൻ്റെ ശേഷം എല്ലാത്തിനും ഉള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുക. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ നിങ്ങൾ അവർക്ക് ഏറ്റവും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. കാരണം നമ്മൾ അധിക പാരൻസും അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, എൻ്റെ മോക്ക് ഞാൻ ഇത്ര സ്വർണം കൊടുത്തു, ഇത്ര സ്ത്രീധനം കൊടുത്തു, ഇന്ന കാറ് കൊടുത്തു. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്റെ മോള് ഇന്ന് ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഇത്ര വിദ്യാഭ്യാസം കൊടുത്തു. അതിലായിരിക്കണം നമ്മൾ അഭിമാനിക്കേണ്ടത്. നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ പോലെയാണ് കുട്ടികൾ വളരുക. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു അമ്മ മെൻസ്ട്രലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, മെൻസസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് നമ്മളെ മക്കളെ അടിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല, നല്ല രീതിയിൽ ഉപദേശിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം നമുക്ക് ലാസ്റ്റ് നിലനിൽക്കുന്ന അതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ?